ഞാനിവിടെ ഒരു എൻഗേജ്മെൻറ്റിനുള്ള ബൊക്കെയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാനിവിടെ സെൻറ്റഡ് ഫ്ലവേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. 20 പിങ്ക് കളറ് സെൻറ്റഡ് ഫ്ലവറും അതുപോലെ തന്നെ ഒരു സെൻറ്റഡ് ഫ്ലവർ വൈറ്റും ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഇതുപോലെ ബാംബൂ സ്റ്റിക്കാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ കളറിലുള്ള ഒരു ബൊക്കെ ഷീറ്റാണ് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വൈറ്റ് ഗ്ലോസി ഷീറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലൂടെ ഗോൾഡൻ കളറും കൂടി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഓരോ സെൻറ്റഡ് ഫ്ലവേഴ്സിൻ്റെ മുകളിലും ഇതുപോലെ സ്റ്റിക്കുകൾ ഈ രീതിയിൽ ഒന്ന് കുത്തിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചില സ്റ്റിക്കുകളിൽ ഇതുപോലെ ഫ്ലവർ നിൽക്കാതെ വരും. അപ്പോൾ സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുകയോ ചെയ്താൽ മതി. അങ്ങനെ എല്ലാ സെൻറ്റഡ് ഫ്ലവേഴ്സിലും ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് സ്റ്റിക്ക് കുത്തിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് ഒക്കെ അവിടെ കുത്തി വെച്ചതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഈ നീളത്തിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്നത് പോലെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു തെർമോക്കോൾ എടുത്ത് അതിലൊരു സർക്കിൾ വരച്ചെടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ആ സർക്കിൾ ഈ കാർഡ്ബോർഡിന്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് ഈ തുറന്നെടുക്കുന്ന ഭാഗത്തിലൊക്കെ ഞാൻ ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ റോള് നമ്മൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ നേരത്തെ സ്റ്റിക്കിൽ കുത്തി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുത്തി വെക്കുകയാണ്. പക്ഷേ അത് അവിടെ നിൽക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് പിന്നെ ഓരോന്നും ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. സെൻറ്ററിലായിട്ട് ഞാൻ ഒറ്റൊരു വൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ പിങ്ക് കളർ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കസ്റ്റമറുടെ ആവശ്യം അത് തന്നെ ആയിരുന്നു. ഇതുപോലെ വൈറ്റും പിങ്കും വരുന്ന കോംബോയിലാണ് കസ്റ്റമർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. സെൻറ്ററിൽ വൈറ്റും അതുപോലെ ചുറ്റിലായിട്ട് 5 എണ്ണം വെച്ചതിന് ശേഷം ഞാനിവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് അതൊന്ന് സെക്യൂർ ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 5 എണ്ണം വെച്ചിട്ട് സെക്യൂർ ആക്കിയതിന് ശേഷം ബാക്കിയുള്ള ഫ്ലവേഴ്സ് ഇതുപോലെ ഓരോരോ ഭാഗത്തായിട്ട് റൗണ്ടിൽ ഞാനിവിടെ കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് അതിൻ്റെ സ്റ്റിക്കിൻ്റെ അടിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാനിതാ ഓരോ സെൻറ്റഡ് ഫ്ലവേഴ്സും ഇതുപോലെ റൗണ്ടിൽ കുത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്നും കൂടി സെക്യൂർ ആക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഹാഫ് ആക്കിയിട്ട് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് ഈ മടക്കിയതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പീസ് കിട്ടും. അതിൽ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ചെരിച്ച് മടക്കിയിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പീസും കൂടി ഇതുപോലെ മടക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഭാഗത്തും കൂടി നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ഈ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗവും കൂടി ഉള്ളോട്ടാക്കിയതിന് ശേഷം അവിടെയും കൂടി സെല്ലോ ടേപ്പ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ ഇവിടെ 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഓരോ ബൊക്കെ ഷീറ്റും ഈ ബൊക്കൻ്റെ മുകളിലേക്ക് ഓരോന്നോരോന്നായിട്ട് റൗണ്ടിൽ ഞാനിതാ ഇതുപോലെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ക്ലിപ്പുകളൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ കയ്യിലെടുത്തിട്ടുള്ള കുറച്ച് വീഡിയോകൾ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക.